ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് എന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 രീതികളിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിലൊന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബൈ റെനൗൺസിയേഷൻ. അതായത് ഒരു വ്യക്തി അയാൾ സ്വയമേ ചിന്തിക്കുന്നു, അയാൾ സ്വയമേ പറയുന്നു ഞാൻ ഇന്ത്യൻ പൗരനല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് ഒരു വ്യക്തി സ്വയമേ പറയുന്ന സാഹചര്യത്തിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതായിരിക്കും. അതാണ് ബൈ റെനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഒരാൾ അയാളുടെ പൗരത്വം സ്വമേധയാ ഗീവപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈനർ ചൈൽഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സിറ്റിസൺഷിപ്പും ഇദ്ദേഹം പറയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയായ മക്കളുടെ ആണെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോവുകയുമില്ല. അതായത് ബൈ റെനൗൺസിയേഷനിലൂടെ ഒരു വ്യക്തി പറയുന്നു എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ അയാളുടെയും അയാളുടെ പ്രായപൂർത്തിയാകാത്ത മക്കളുടെയും സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. പ്രായപൂർത്തിയായവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ ഈ തീരുമാനം എടുക്കുന്നത് ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യമാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് തീരുമാനിക്കാം? ഈ തീരുമാനത്തെ തൽക്കാലം വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കുവാനായി അല്ലെ പിടിച്ചു വെക്കുവാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്. അപ്പോൾ മൈനർ ചൈൽഡിൻ്റെ അവരുടെ ഒരു ഇൻജസ്റ്റിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈനർ ചൈൽഡിന് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം തനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമോ വേണ്ടയോ എന്നുള്ളത് ബൈ രജിസ്ട്രേഷനിലൂടെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എങ്ങനെയാണ് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ മാതാപിതാക്കന്മാർ ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയുടെ മക്കളാണെങ്കിൽ അവർക്ക് 18 വയസ്സാകുന്ന സമയത്ത് അവർക്ക് സ്വയമേ തീരുമാനമെടുക്കാം അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമോ വേണ്ടയോ എന്നുള്ളത്. വേണമെങ്കിൽ ബൈ രജിസ്ട്രേഷനിലൂടെ അവർക്ക് ഇന്ത്യൻ പൗരത്വം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത് ബൈ ടെർമിനേഷനിലൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ടെർമിനേഷനിലൂടെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയും. ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം എന്ത് ചെയ്യും? ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുന്നതായിരിക്കും. അതാണ് ബൈ ടെർമിനേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ എടുക്കാതെയും ഇരിക്കാം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ എങ്ങനെയാണ് രണ്ടാമതായിട്ട് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്? ബൈ ടെർമിനേഷനിലൂടെയാണ്. when an Indian citizen voluntarily, consciously, knowingly and without duress under the influence or compulsion acquire the citizenship of another country, his Indian citizenship automatically terminate. അതായത് ഒരു വ്യക്തി സ്വമേധയാ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്? രണ്ടാമത്തെ രീതിയിൽ. ഇനി മൂന്നാമതായിട്ട് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ബൈ ഡെപ്രിവേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കറിയാം. ഇന്ത്യൻ പൗരത്വം നാച്ചുറലൈസേഷനിലൂടെയും രജിസ്ട്രേഷനിലൂടെയും ലഭിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ കൂടിയാണ് ഈ പൗരത്വം നേടിയെടുത്തതെങ്കിൽ അവർക്ക് എന്താകും? അവർക്ക് ബൈ ഡെപ്രിവേഷനിലൂടെ അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടു പോകാം. It is a compulsory termination of Indian citizenship by central government. ഇതൊരു കമ്പൾസറി ആയിട്ടുള്ള ടെർമിനേഷൻ ആണ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ദ സിറ്റിസൺ ഹാസ് ഒബ്റ്റൈൻഡ് ദ സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡ്. അതായത് ഇദ്ദേഹം ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൗരത്വം കമ്പൾസറി ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് നോക്കുക. ബൈ നാച്ചുറലൈസേഷനിലൂടെയും ബൈ രജിസ്ട്രേഷനിലൂടെയും ഇന്ത്യൻ പൗരനാകുന്ന വ്യക്തികളുടെ കാര്യമാണ് ഈ പറയുന്നത്. രണ്ടാമതായിട്ട് ദ സിറ്റിസൺ ഹാസ് ഷോൺ ഡിസ്ലോയാലിറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് ലോയൽ അല്ലാതിരിക്കുക ഈ വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയോട് ഈ വ്യക്തി ലോയൽ അല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് ദ സിറ്റിസൺ ഹാസ് അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് എനിമി ഡ്യൂറിങ് എ വാർ. അതായത് നമ്മുടെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളെ സഹായിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ദ സിറ്റിസൺ ഹാസ് വിത്തിൻ 5 years after registration or naturalization been imprisoned in any country for 2 years. അതായത് ഇദ്ദേഹത്തിന് പൗരത്വം ലഭിച്ചു.
ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം ലഭിച്ചു. ഓക്കെ, അതിനുശേഷമുള്ള 5 വർഷം അതിനുശേഷമുള്ള 5 വർഷം ഏതെങ്കിലും ഒരു രാജ്യത്ത് 2 വർഷം തടവിൽ കടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ദ സിറ്റിസൺ ഹാസ് വിത്തിൻ 5 years ആഫ്റ്റർ ദ registration or naturalization has been imprisoned in any country for 2 years. അതായത് ഇദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതിന് ശേഷം മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് 2 വർഷം തടവിൽ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. അടുത്തതായിട്ട് ദ സിറ്റിസൺ ഹാസ് ബീൻ ഓർഡിനറി റെസിഡൻറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ 7 years കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. ഇന്ത്യൻ പൗരത്വം ലഭിച്ചതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് ഇദ്ദേഹം പോയി താമസിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. പക്ഷേ ഇത് വിദ്യാർത്ഥികൾക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. ചില കാര്യങ്ങളകത്ത് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതികളിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. ബൈ റെനൗൺസിയേഷൻ, ബൈ ടെർമിനേഷൻ, ബൈ ഡിപ്രിവിയേഷൻ. അപ്പോൾ ഈ 3 രീതികളിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ഇതിനകത്തുള്ള പോയിൻറ്റ്സുകളും കൂടെ പഠിച്ച് പോകട്ടോ. അപ്പോൾ അങ്ങനെ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ എങ്ങനെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന സമയത്തേക്ക് ബൈ റെനൗൺസിയേഷൻ, ബൈ ടെർമിനേഷൻ, ബൈ ഡെപ്രിവേഷൻ അങ്ങനെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. സോ അതിനകത്തുള്ള ഡീറ്റെയിലും കൂടെ നിങ്ങൾ പഠിക്കുക. സോ അപ്പോൾ അത്രയാണ് നമുക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകാം എന്നുള്ളതിനകത്ത് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയാതെ ഒരു തെറ്റ് നിങ്ങൾക്ക് കടന്നു വരുന്നത് എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതല്ല.